വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും വന്ദനം. കർത്താവിൻ്റെ ദാസൻ പൗലോസ് റോമയിൽ പോയിട്ടില്ല എങ്കിലും റോമയിലുള്ള വിശുദ്ധ സഭയ്ക്ക് തൻ്റെ ആ ലേഖനം എഴുതി അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഭാഗമാണ്. ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഈ റോമാലേഖനം നന്നായിട്ട് ഒന്ന് പഠിക്കുന്നത് പ്രയോജനകരമായിരിക്കും. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഇത് വലിയ മുതൽക്കൂട്ടാവും. റോമാലേഖനം 5-ാമത്തെ സുവിശേഷമെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ദൈവം മനുഷ്യർക്ക് സൃഷ്ടിച്ചപ്പോൾ തന്നെ മനസ്സാക്ഷിക്കകത്ത് ഒരു പ്രമാണം കൊടുത്തിരുന്നു. മനസ്സാക്ഷിയിൽ പ്രമാണമുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അകന്നുപോയി കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. ആ ന്യായപ്രമാണം പഴയ നിയമമൊന്നും പുതിയ നിയമമൊന്നും രണ്ടായിട്ട് ബൈബിൾ നമ്മളെ തിരിച്ചു പഠിപ്പിക്കുന്നുണ്ട്. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. അപ്പോൾ പഴയ ഉടമ്പടിയിൽ നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം അവർക്ക് കൊടുത്തില്ല. യേശു വന്നിട്ട് ജീവനുള്ള ഒരു പ്രമാണം നമുക്ക് തന്നു. ഇത് ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത്. അപ്പോൾ റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം യേശുവിനെ ആദ്യം തന്നെ വെളിപ്പെടുത്തുകയാണ്, ഉയർത്തുകയാണ്. 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജഡം സംബന്ധിച്ച് മരിച്ചിട്ട് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച് എനിക്ക് മരിച്ചിട്ട് ഉയർത്തി നിൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്വം എന്ന ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാരല്ലോ. അപ്പോൾ യേശു ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയുടെ ഒരു പൂർണ്ണ മനുഷ്യൻ. എന്നാൽ മരിച്ചിട്ട് ഉയർത്തി നിൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെടും. അപ്പോൾ യേശു പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. ഇതാണ് ഒരു ബുദ്ധിമാന് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഒരു ബുദ്ധിമാന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വേദപുസ്തകം പറയുന്നതാണ്. അവർ മനുഷ്യനെക്കുറിച്ച് പറയുക, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. മൂഢന്മാർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മൂഢന്മാർക്ക് ദൈവം ഉണ്ടെന്ന് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വം, ഒന്നെങ്കിൽ അവർ ദൈവത്വം വിശ്വസിക്കും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം വിശ്വസിക്കും. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാനൊരു ഭോഷനായാൽ, ക്രിസ്തുവിൻ്റെ ജ്ഞാനം വന്നെൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ, യേശു പൂർണ്ണ മനുഷ്യനാണ്, യേശു പൂർണ്ണ ദൈവമാണ്. അത് മാത്രമാണ് സുവിശേഷത്തിൻ്റെ ഒരു രഹസ്യം. ഇത് ഞാൻ ആ ഭാഗങ്ങളെല്ലാം ഒന്ന് പറയാതെ എൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചു. ഞാൻ പറയുന്നത്, അനുസരണത്തിലൂടെ വിശ്വാസം, വിശ്വാസത്തിലൂടെ അനുസരണം. ഇതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അനുസരണമുണ്ട്. ഇതിനാണ് റോമാലേഖനത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അനുസരണം വരണം. വിശ്വാസത്തിലൂടെ അനുസരണം വരണം. ആദ്യം വിശ്വാസവും, എന്നിട്ട് ഞാനവിടെ നിന്ന് നേരെ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ 14-ാമത്തെ വാക്യം പോലത്തെ വായിക്കുകയാണ്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാനാവും. അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങി ഇരിക്കുന്നു. സുവിശേഷം എന്ന് പറയുന്നത് പൗലോസിന്റെ അഭിമാനമായിരുന്നു. സുവിശേഷം അറിയിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നതാണ്, ദാഹമാണ് തൻ്റെ ഉള്ളിൽ.
പുസ്തകപ്രതികളൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. എത്ര വ്യക്തമാണ് അടികൊള്ളുന്നത്, എത്ര കഷ്ടതയിലൂടെയാണ് പോകുന്നത്. വല്ല ആവശ്യമുണ്ടോ പൗലോസേ? കർത്താവിന്റെ ദാസൻ പറയുക, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? എൻ്റെ കൂടെ ഒരു ഓപ്പൺ എയർ മീറ്റിങ്ങിന് വരാൻ ലജ്ജയുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന ദേശത്ത്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒന്ന് നിങ്ങളെ കൊണ്ടത് പ്രസംഗിപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുമോ? പറയുമോ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല? പൗലോസ് തൻ്റെ ഹൃദയത്തിലെ ആ വേദനകൾ, തൻ്റെ ആ സന്തോഷം പുറത്തുവെക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമുക്ക് സുവിശേഷത്തെക്കുറിച്ച് എന്തെങ്കിലും ലജ്ജയുണ്ടെന്ന് നമ്മൾ പറയുമോ? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയുണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരാളോട് സുവിശേഷം പറയത്തില്ല, ഒരാളോട് ഞാൻ സുവിശേഷം പറയത്തില്ല. പിന്നെ നീ കുറേ ധാർമ്മിക ഉപദേശങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവവേലക്കാരനുമായിട്ടൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മോളോട് പറഞ്ഞു, ഭക്ഷണത്തിനകത്ത് ക്രമീകരണങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന വിധത്തിൽ ആരോഗ്യം വർദ്ധിപ്പിക്കണം, പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം. ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാനില്ല. അഥവാ പറയുന്നെങ്കിലും പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കണം. ക്രൂശിക്കപ്പെട്ട യേശു മാത്രമാണ് സുവിശേഷം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും അവൻ്റെ വീണ്ടെടുപ്പിൻ്റെയും മരണ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ചരിത്രം എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നതാണ് സുവിശേഷം. ഇത് പറയാൻ കഴിയാത്ത ഒരു ആത്മീയ സമൂഹത്തോടാണ് കർത്താവിൻ്റെ ദാസൻ ഇത് പറയുന്നത്. എനിക്ക് ലജ്ജയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൗലോസ് പറയാം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് പറയുന്നത് ഇത് ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്. കടം വീട്ടിക്കണം കേട്ടോ. കടം വീട്ടിയില്ലെങ്കിൽ ഒരു അവസരമാണ്, കടം വീട്ടാനൊരു അവസരമാണ്. അവിടെ കടയിലേക്ക് വിചാരിച്ചിട്ട് ട്രാക്ട് തന്നു വിടാം. അതിന് സാധനം മേടിച്ചിട്ട് പോകുന്നവർക്ക്, ചേട്ടാ ഇതൊന്ന് വായിച്ചോ, യേശുവിൻ്റെ സ്നേഹമാണ്. ഇത് കൊടുക്കാനുള്ള ആ ഹൃദയത്തിൻ്റെ ഒരു സ്നേഹം. ഞാൻ കടക്കാരനാണ്. കടം വീട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? കടം വീട്ടിയില്ലെങ്കിൽ പല നഷ്ടങ്ങൾ നമുക്ക് വരും. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും വിവരിക്കുന്നില്ല. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. രക്ഷയ്ക്കായി ദൈവശക്തിയാണ് സുവിശേഷം. ന്യായപ്രമാണം അത് ശക്തിയില്ല, അത് മരണമായിരുന്നു. എന്നാൽ സുവിശേഷം രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ ദൈവത്തിൻ്റെ നീതി, ശ്രദ്ധിക്കണേ, നീതിയല്ല, ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടും. ഇതാണ് ബൈബിളിലെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ. ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. അതെന്താ? വിശ്വാസം ഹേതുവായിട്ടാണ് ദൈവം നീതി വെളിപ്പെടുന്നത്, വിശ്വാസത്താലാണ്. പിന്നെ വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഇത് ഒന്നും ഞാൻ ഇത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. വിശ്വാസത്താലാണ് നീതി ലഭിക്കുന്നത്. അതെന്ത് വിശ്വാസത്താലാ? എന്ത് വിശ്വസിച്ചതുകൊണ്ടാ? യേശു ആരാണെന്ന് ഞാൻ അറിയുന്നതിലൂടെയാണ്. യേശു ഈ ലോകത്തിൽ വന്ന് എന്താണ് ചെയ്തത്, പൂർത്തീകരിച്ചതെന്ന് ഞാൻ അറിയുന്നതിനെയാണ്. ഈ അറിവ് എൻ്റെ ബോധ്യമായി, എൻ്റെ ആശ്രയമായി തീരുമ്പോൾ എനിക്ക് വിശ്വാസമായി വരും. ഈ വിശ്വാസത്താലാണ് നീതി ലഭിക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം, കേവലം ഈ ബൈബിളിൻ്റെ അറിവ് നമുക്ക് നീതി തരത്തില്ല. ഈ ബൈബിളിൻ്റെ ബോധ്യം സത്യമാണ്. ആ ബോധ്യങ്ങൾ നമുക്ക് നീതി തരത്തില്ല. അറിവ് വേണം, ബോധ്യം വേണം, അംഗീകരിക്കണം. പിന്നെന്ത് ചെയ്യണം? ഈ വചനത്തെ, അറിഞ്ഞ സത്യത്തെ, ബോധ്യപ്പെട്ട സത്യത്തെ, യേശുവിനെ എൻ്റെ ആശ്രയമാക്കണം. അതിനെയാണ് ബൈബിൾ
വിശ്വാസം മൂലമാണ് നീതി ലഭിക്കുന്നത്. എന്താണെന്ന് നീതി ഒന്ന് ചുരുക്കിയൊന്ന് പറയാം. ഞാൻ ലോകത്തിലെ വളരെ ശക്തന്മാരായ മനുഷ്യർ ഇന്ന് നമുക്കറിയാം. ഒരു ചെറിയ നമ്മുടെ കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്ത രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം. എന്നെങ്കിലും ഇസ്രയേലിനെ കുറിച്ച് ഒരു വാർത്തയില്ലാത്ത ദിവസം ഉണ്ടാവും. ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് ഒരു വാർത്ത ഇന്ന് ഇത്രയും രാജ്യങ്ങളെല്ലാം അറിയപ്പെടുന്നൊരു വാർത്തയായിരിക്കും ഇന്ന് ഇസ്രയേലിനെ കുറിച്ചൊരു വാർത്ത. ഇസ്രയേൽ നമ്മളെ വല്ലവരും ആണോ? ഇസ്രയേൽ ജനം നമ്മുടെ ബന്ധമുണ്ടോ? ക്രൂശിന്റെ ശത്രുക്കളാ അവർ ക്രൂശിന്റെ ശത്രുക്കളാ. അവർ യേശുവിനെ കൊന്നവരാ, യേശുവിനെ വിശ്വസിക്കാത്തവരാ. അവരും ക്രിസ്തീയ സഭയുമായിട്ട് ഒരു ബന്ധവുമില്ല. യഹൂദന്മാരുടെ ബാക്കിയൊന്നുമല്ല ക്രിസ്ത്യാനികൾ. യഹൂദ മതം ദൈവം തള്ളിക്കളഞ്ഞ മതമാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ദൈവം അവരെയും തള്ളിക്കളഞ്ഞു. എന്നാൽ യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, പുത്രത്വമുള്ളവരാണ്, വാഗ്ദത്തമുള്ളവരാണ്. അവർ തള്ളിക്കളഞ്ഞാലും അതിനൊന്നും മാറ്റം വരത്തില്ല. അവർ തള്ളിക്കളഞ്ഞു ദൈവത്തെ, പക്ഷെ അതിനൊന്നും മാറ്റമില്ല. എന്നാൽ അവരിലൂടെ യേശു വന്നപ്പോൾ യേശുവിനെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞതോടെ അവരുടെ അവകാശങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു. ഇനി അവരെ കൂട്ടിച്ചേർക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇനി ഒരു ടൈം കഴിയുമ്പോൾ ഇപ്പം അവർക്ക് പകരമാണ് ജാതികളായ നമ്മളെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ജനമാക്കി തീർത്തത്. നമ്മളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാത്തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനം. ഇപ്പൊ ഇസ്രയേൽ അല്ല ദൈവത്തിന്റെ സ്വന്തം ജനം, നമ്മളാണ്. ഹല്ലേലൂയ. ആ ഇസ്രയേൽ വളരെ പയറ്റി നോക്കി ദൈവനീതി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചു. പ്രിയരെ, അവർക്ക് ദൈവനീതി കിട്ടിയില്ല. നീതി ആർക്ക് കിട്ടി? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാവപ്പെട്ടവരായ നമുക്ക് കിട്ടി. ഇസ്രയേലിന് ലഭിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രയേലിന് ദൈവനീതി കിട്ടാതിരുന്നതിന്റെ കാരണം എന്താ? ഒന്ന് വായിക്കാം. റോമാലേഖനം എൻ്റെ 9-ാം അധ്യായം അവസാനത്തെ 2 വാക്യങ്ങൾ. അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഒരിടച്ച കല്ലിന്മേൽ തട്ടിയിടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയും വയ്ക്കുന്നു, അവൻ വിശ്വസിക്കുന്നവർ രചിച്ചു പോവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവിടെ 9-ാം അധ്യായം പറഞ്ഞു വരുന്ന ഇസ്രയേലിനെ കുറിച്ച്, അവരുടെ കാര്യങ്ങളുടെ വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു വരിക. എന്നിട്ട് പറയുക, ആകയാൽ നാം എന്ത് പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. പിന്നെ വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രയേലോ ആ പ്രമാണത്തിലെത്തിയില്ല. നിങ്ങൾ ആ വാക്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് പറ്റുമെങ്കിലും വീട്ടിൽ പോയി വായിക്കുക. നീതിയെ പ്രമാണം പിന്തുടർന്ന ഇസ്രയേലിയർ ആ പ്രമാണത്തിലെത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവരിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഇപ്പൊ വിശ്വസിക്കുന്നവന് യേശു ഇടർച്ചക്കല്ലല്ല, തടങ്കൽ പാറയല്ല. വിശ്വാസമല്ലെങ്കിൽ പ്രവർത്തികളാണ് നിങ്ങൾക്കും എനിക്കുമെങ്കിൽ നമ്മൾ യേശുവാകുന്ന കല്ലിൽ തട്ടി വീഴും. തടങ്കൽ പാറയാണ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ സാധാരണ ജാതികളിൽ പോലും കേൾക്കാത്തതുള്ള വാർത്തകൾ കേൾക്കുന്ന എന്താ? പണത്തിന്റെ പുറകെയാണ് പെന്തക്കോസ്ത് സമൂഹമെന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ വിളിച്ചു പറയുന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ വിളിച്ചു പറയുന്നു. ഇവിടെ നടക്കുന്ന അനീതികളും ഇവിടെ പെന്തക്കോസ്ത് സഭാമധ്യത്തിൽ നടക്കുന്ന അനീതികളെ കുറിച്ച് ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയുകയാണ്. ഇന്നലെ വൈകിട്ട് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഒരു ഭവനത്തിൽ ചെല്ലാനായിട്ട് പ്രേരിപ്പിച്ചു.
ഞാൻ ചെന്നപ്പോൾ വയോവൃദ്ധനായ ഒരു മാതാവും പിതാവും ദൈവസ്നേഹം പങ്കുവെച്ചു വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, പാസ്റ്റേ, ഞങ്ങൾ പാസ്റ്ററുടെ വരാൻ പറയാത്തത് പാസ്റ്റർക്ക് തരാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു, പാസ്റ്റർ വരണമെങ്കിൽ പൈസ തരണോ? ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്റർ വീട്ടിൽ കയറി വരാത്തത്. ഇത്ര ക്ഷീണിതരായി ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടച്ചക്കല്ലാവുമോ? തടങ്ങൾ പറയാമോ? ഇത് കേൾക്കുമ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ദൈവദാസനാണ്. എനിക്ക് ആഗ്രഹം സ്വത്ര കാഴ്ച പോലും മേടിക്കാതെ വിടണമെന്നാണ്. പിന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് കരുതിയിട്ട് ഞാൻ അത് ചെയ്യുന്നതിനും സ്വത്ര പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സ്വത്ര കാഴ്ച പോലും മേടിക്കാതെ ഭയങ്കര സന്തോഷം. എന്നോട് കർത്താവ് പറയാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് അനുഗ്രഹത്തിന് ദോഷമായിരിക്കും. കാരണം പലരും അതിനെ മുതലെടുക്കും. ദൈവത്തിൻ്റെ രാജ്യം പൈസയ്ക്കകത്ത് വിൽക്കുന്നവർ. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഇത്ര വർഷമായി ഞാൻ ആ ദൈവസഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള നാളുകൾ ഇന്നതാണ്, ഇങ്ങനെയാണ്. പക്ഷേ ഞങ്ങളുടെ അല്പം പൈസ ഇല്ലാതെ വന്നപ്പോൾ, ഞങ്ങളുടെ അല്പം ബുദ്ധിമുട്ട് വന്നപ്പോൾ, പാസ്റ്റർ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പം ഞങ്ങൾ കൊടുക്കണം. ഇല്ലാതെ വരുന്നത് കൊണ്ട് പാസ്റ്റർ വരുത്തില്ല. ഞാൻ രോഗിയായി കിടന്നിട്ട് വന്നില്ല, കഷ്ടപ്പെട്ടിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഇത് പറയുന്നത് നമ്മൾ ജാതികളുടെ കാര്യമല്ല, പെന്തക്കോസ്തുകാരുടെ പണത്തിൻ്റെ മോഹം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ. മാമോനെയും ദൈവത്തെ കൊണ്ട് ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം പറയുന്നതാണ്, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുമ്പോൾ എത്ര കഷ്ടപ്പെട്ട് വന്നാലും അതിനകത്ത് നിങ്ങളിക്കിട്ട് പോരും ഒരു കൈമടക്ക് തരണ്ട. പിന്നെ എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ മേടിക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ സൗജന്യമായി കിട്ടി, സൗജന്യമായിട്ട് കൊടുക്കണം. ഇതിനൊന്നും കൈക്കൂലി വാങ്ങാൻ വ്യവസ്ഥയില്ല. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്നേഹമാണ്. നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കത്തില്ല. സ്നേഹമുണ്ടെങ്കിൽ കൊടുക്കും. അതിന് കണക്കൊന്നുമില്ല. ഹൃദയത്തിൽ ഓരോരുത്തർ നിശ്ചയിച്ചതുപോലെ വേദപുസ്തകത്തിൽ ഒരു കണക്ക് വെച്ചിരുന്നു. പഴയ നിയമത്തിൽ ഒരു ദശാംശം വെച്ചിരുന്നു. പുതിയ നിയമത്തിൽ ഒരു ഓഹരി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ പ്രമാണമാണ്, പ്രകൃതിയുടെ പ്രമാണമാണ്. നമുക്ക് വിതയ്ക്കാൻ അവസരമുണ്ട്, വിതച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം. അത് നമ്മളെ ദൈവമായിട്ടുള്ള ബന്ധം, അത് സഭയുമായിട്ട് ബന്ധമില്ല. ഈ ലോക്കൽ ചർച്ചിനകത്ത് നിങ്ങൾ ഹൃദയപൂർവ്വം മനസ്സിലാക്കണം, ഈ സഭയ്ക്കകത്ത് പൈസ കൊടുക്കുന്നവർക്കും പൈസ കൊടുക്കാത്തവർക്കും ഒരേ സ്ഥാനമാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വലം കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത്. വലം കൈ കൊടുക്കുന്ന ഇടങ്കൈ അറിയരുത്. ദൈവത്തിനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തോ. കൊടുക്കുന്നതിനകത്ത് നിങ്ങൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ നിർബന്ധത്താലാണെങ്കിൽ കൊടുക്കരുത്. ഇവിടെ വിശ്വാസത്തിൻ്റെ മാർഗം ദൂഷിക്കപ്പെടുന്നു. എന്താ കാരണം? പ്രവർത്തികളാൽ ദൈവത്തിൻ്റെ നീതിയെ അവർ അന്വേഷിക്കുന്നു. പ്രവർത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു. ഞാൻ എന്താ ദൈവത്തിൻ്റെ നീതി എന്നൊന്ന് പറയാം. നിങ്ങൾ യേശുവിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നീതിമാനായ ഒറ്റ മനുഷ്യനെ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള അത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ഒഴിച്ച് ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ടുള്ള ഒരു വിശുദ്ധരാണവർ നീതിമാന്മാരല്ല. ശ്രദ്ധിക്കണം. വിശുദ്ധർ എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ശുദ്ധമുണ്ട്, വിശുദ്ധമുണ്ട്, പരിശുദ്ധമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ശുദ്ധം എന്താണ്, വിശുദ്ധം എന്താണ്, പരിശുദ്ധം എന്താണ്? ശുദ്ധമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി, ഇപ്പം കർത്തമേശ കിടക്കുന്ന പാത്രം നമ്മൾ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി നേരത്തെ തന്നെ സൂക്ഷിച്ചു വെക്കും. അത് ശുദ്ധമാണ്. വിശുദ്ധമൊന്നുമല്ലത്. വിശുദ്ധമെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കർത്തമേശ ഇവിടെ വിശുദ്ധമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടി വേർതിരിച്ചു വെച്ചിരിക്കുക. വിശുദ്ധി എന്ന് പറയുന്നത് വേർതിരിവാണ്. എന്ന് വെച്ചെന്നാൽ നമ്മളെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം വേർതിരിക്കുന്നതാണ്.
പരിശുദ്ധം എന്ന് പറയുന്നത് ദൈവത്തിങ്കൽ മാത്രമുള്ളതാണ്. ഇതിന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ വേദപുസ്തകം പറയുന്ന നീതിമാൻ എന്ന് പറയുന്നത് യേശു മാത്രമാണ്. യേശുക്രിസ്തുവിനെ പോലെ മനുഷ്യനെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. ദൈവിക പദ്ധതി അതാണ്. അപ്പോൾ നീതിമാൻ വിശ്വാസമാണ് അവനെ നീതിയിലേക്ക് നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ റോമാലേഖനം 9-ാം അധ്യായം ഒന്ന് വായിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പ്രവൃത്തി കൊണ്ട് ദൈവനീതി പ്രാപിക്കാമെന്ന് ഒരാൾ ചിന്തിച്ചാൽ, പ്രവൃത്തി കൊണ്ട് ദൈവനീതി എനിക്ക് പ്രാപിക്കാമെന്ന് ചിന്തിച്ചാൽ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി അവർ ഇടറി വീഴും. അതുകൊണ്ട് എന്തുമാകാം. നേരത്തെ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്ത് അതിന് പ്രവൃത്തി വേണ്ടേ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അകത്ത് ക്രിസ്തു വന്നിട്ട് അവനെ പൂർണ്ണതയിലേക്ക്, ക്രിസ്തു സഫിഷ്യൻസിയിലേക്ക് അവനെ നടത്തും. അവൻ പിന്നെ പറഞ്ഞില്ലേ, നമ്മുടെ പരിശ്രമം കൊണ്ട് തട്ടി വീഴുന്നിടത്തുന്നെല്ലാം അവൻ കൈപിടിച്ച് നമ്മളെ നടത്തും. ദൈവനീതി പ്രാപിച്ചവനെ നടത്തുന്ന ദൈവം. അവൻ അവിടെ പ്രശംസയില്ല, അവൻ നിന്നിട്ടില്ല. ബൈബിൾ പറയുന്നത് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീണ്ടും അതിൽ സൂക്ഷിച്ചു. നിൽക്കുന്നില്ല നമ്മൾ, എന്നാൽ കർത്താവിന്റെ കൈപിടിച്ച് നോക്കിക്കേ, അന്ത്യം വരെ നിർത്തുവൻ. അന്ത്യം വരെ നമ്മളെ നിർത്തും. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു വരുന്നത്, ഈ റോമാലേഖനം ഇപ്പം നമ്മൾ വായിച്ചു നിർത്തല്ലോ, അതിൻ്റെ 10-ാം അധ്യായം കൊണ്ട് വായിച്ചിട്ട് ഞാൻ വാക്കളെ ഉപസംഹരിക്കാം. 10-ാം അധ്യായത്തിലെ റോമാലേഖനം 10, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാകുന്നു. കണ്ടോ, പരിജ്ഞാനമില്ല, ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവ്. ഹല്ലേലൂയ. പരിജ്ഞാനമില്ലാത്ത ദൈവവചനത്തിൻ്റെ നീതിയുടെ പരിജ്ഞാനം വരണം. ഇല്ലെങ്കിൽ കുറെ എരിവ് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും അവർ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാകുന്നു. ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ. ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ച്, അതിൻ്റെ 4-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, നിങ്ങൾ ബൈബിളിൻ്റെ എല്ലാവരും ഒന്ന് വായിച്ച്. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വായിച്ചോ. ഹല്ലേലൂയ. ദൈവനീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അത് ഇച്ഛിച്ചിട്ട് ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല. എന്നിട്ട് 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകും. കേട്ടോ, വിശ്വസിക്കുന്ന ഏവർക്കും നീതി സൗജന്യമായി ലഭിപ്പാൻ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണം പൂർത്തീകരിക്കുന്നത് യേശുവിലൂടെയാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നീതി ലഭിപ്പാൻ യേശു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നല്ലോ. എന്താ ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പം? എന്താ ന്യായപ്രമാണത്തിന് പറഞ്ഞില്ല. ന്യായപ്രമാണം ചീത്തയാണെന്നോ മോശമാണെന്നോ ഒന്നും ബൈബിൾ പറയുന്നില്ല. ദൈവം കൊടുത്ത പ്രമാണം മോശമാകുമോ? ദൈവം കൊടുത്ത പ്രമാണത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അവസ്ഥയുണ്ടോ? ദൈവം കൊടുത്ത പ്രമാണമാണ്. പിന്നെന്താ മോശം? നമ്മളാ മോശം. നമുക്ക് കഴിവില്ലെന്നേ ഉള്ളു. ന്യായപ്രമാണം വിശുദ്ധമാണ്, ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം ആത്മീകമാണ്. ന്യായപ്രമാണം നീങ്ങിപ്പോയിട്ട് എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തെ നീക്കുകയല്ല, നിവർത്തിക്കുക ചെയ്തു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നീതി ഒരാൾ അന്വേഷിക്കുന്നത് എങ്ങനെ? ഇവിടെ നമ്മൾ വായിക്കും, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യനെല്ലാം ജീവിക്കും. ഇപ്പം ന്യായപ്രമാണത്തിൽ 613 പ്രമാണങ്ങളാണ് ഉള്ളത്, 10 കൽപ്പനകളാണ് ഉള്ളത്. ഈ 613 പ്രമാണങ്ങളിൽ ഒന്ന് ലംഘിച്ചാൽ എന്ത് ചെയ്തു? ഒരു ഭരണി നിറയെ പാല് അല്ലെങ്കിൽ തൈലം, അതിനകത്തൊരു ചത്തയിശ വീണാലോ തൈലത്തിന് സുഗന്ധമായിരിക്കുമോ നാറ്റമായിരിക്കുമോ? ഒരു ചത്തയിശലേ വീണുള്ളൂ. ഒരെണ്ണം തെറ്റി 613 പ്രമാണം. അതിന് ഉപഘടകങ്ങളുണ്ട്.
ഇതിനകത്തുനിന്ന് ഒരെണ്ണം തെറ്റിയാൽ ഇത് മുഴുവൻ പ്രമാണിക്കേണ്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ന്യായപ്രമാണം ഭാരമുള്ള ഒരു ചുമടായിരുന്നു മനുഷ്യന്. ഇത് മുഴുവൻ അനുസരിക്കാതെ നീതി കിട്ടത്തില്ല. ഇത് മുഴുവൻ അനുസരിക്കുക എങ്ങനെ? അത് ചെയ്ത മനുഷ്യൻ മാത്രമേ അതിനെ ജീവിക്കത്തുള്ളൂ. അപ്പം ഞാൻ 612 അനുസരിച്ചു. 612 കൽപ്പന അല്ല കേട്ടോ, അത് ആചാര നിയമങ്ങളുണ്ട്, ആരാധനാ നിയമങ്ങളുണ്ട്, ഭക്ഷണ നിയമങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ, വസ്ത്ര നിയമങ്ങളുണ്ട്, എല്ലാം കൂടെ ചേർന്നാണ് ഈ 613 എന്ന് പറയുന്നത്. ഇത് 10 കൽപ്പനകൾ പ്രമാണിപ്പാൻ 9 കൽപ്പനകളും നമ്മൾ അനുസരിച്ചു. ഒന്നിൽ തെറ്റിപ്പോയാലോ? എല്ലാറ്റിനും തെറ്റി. നമുക്ക് നീതി കിട്ടുമോ? ഹല്ലേലൂയ. അപ്പൊ അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അത് ചെയ്യാൻ പറ്റിയവരായിരുന്നു നമ്മള്. യഹൂദന് ചെയ്യാൻ പറ്റില്ല, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ വേദന മനുഷ്യന്റെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിന്റെ 6-ാമത്തെ വാക്യം, വിശ്വാസത്താലുള്ള നീതിയോ യുവണം പറയുന്നത് കണ്ടോ? ന്യായപ്രമാണം പറയുന്നത് ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കുന്നു. എന്ന വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നു, യേശുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നോ കയറ്റണമെന്ന് വിചാരിച്ച് ആ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? എന്തോ വിശ്വാസത്താലുള്ള നീതി പറയുക. വിശ്വാസത്താലാണ് നീതീകരണമെന്നുള്ള ആ നീതി പറയുന്നതാണ് വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വിശ്വാസത്താലുള്ള നീതി പറയുക. നീ സ്വർഗത്തിൽ കയറിയെന്ന് കൊണ്ടുവരേണ്ടത്, സമുദ്രത്തിന്റെ അറ്റത്തിൽ എന്ന് കൊണ്ടുവരേണ്ടത്, കഷ്ടപ്പെടണ്ട, നീ ഒരുപാട് പെടണ്ട. വിശ്വാസത്താലുള്ള നീതി പറയുക. അത് നിന്റെ ഹൃദയത്തിലുണ്ട്, അതിന്റെ വായിലുണ്ട്. എന്താണ്? ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം, ഈ യേശുക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളെ നീതീകരിക്കും. ന്യായപ്രമാണത്തിന്റെ കഠിനാധ്വാനം മൂലം നിങ്ങൾക്ക് സാധിക്കാത്ത വിശ്വാസത്താലുള്ള നീതി. ഇന്ന് ഞാനിത് പിന്നെ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വിശ്വാസത്താലുള്ള നീതി പറയുന്നു, എങ്ങും പോകണ്ട, ഒരു കഷ്ടവും സഹിക്കണ്ട, ഒരു ഉപവാസവും വേണ്ട, ഒരു കണ്ണുനീരും വേണ്ട. യേശു ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഹൃദയത്തിൽ ഇരിപ്പുണ്ട് വചനം, വായിക്കകത്തിരിപ്പുണ്ട് ഈ വചനം. വിശ്വസിച്ചാൽ മാത്രം മതി. യേശുവിനെ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന അനുഭവം. എന്നിട്ട് അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. 9-ാമത്തെ വാക്യം, യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് അങ്ങനെ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടുന്ന എന്താ അവസ്ഥ? യേശുവിനെ അവർ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയണം. വായിക്കാത്തുണ്ട് മക്കളെ കേട്ടോ. ഈ അനുഗ്രഹം വായിക്കാത്തുണ്ട്. ദൂരത്തൊക്കെ പോകണ്ട. ഹല്ലേലൂയ. യേശുവിനെ വായു കൊണ്ട് കർത്താവെന്ന് ഏറ്റുപറയണം. ഈ ദൈവം മരിച്ചവരുടെ ഇടയിൽ ഉയർത്തുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. 10-ാം വാക്യം വായിച്ചു നിർത്താം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും. നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. രക്ഷയ്ക്കായിട്ട് വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അപ്പൊ നീതീകരണവും രക്ഷയും ഒരേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നീതി എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരികയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇതാണ് റോമാലേഖനം പഠിപ്പിക്കുന്നത്. റോമാലേഖനത്തിൻ്റെ ഇപ്പം നമ്മൾ വായിച്ച 1-ാം അധ്യായത്തിൻ്റെ 17 വാക്യങ്ങൾ കഴിഞ്ഞിട്ട് 18 മുതലുള്ള വാക്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കുക. 18 വരെ പറയുന്നത് ദുഃഖകരമായിരിക്കുന്നൊരു വാർത്തയാണ്. അത് ഞാൻ പറഞ്ഞത് ഒരു നിമിഷ നേരം ഒന്ന് വായിച്ച അതിൻ്റെ അവസാന ഭാഗം മാത്രം. മോളെ ഉറക്കെ വായിക്കാമോ? പിന്നെ എൻ്റെ 28 മുതൽ ഒന്ന് വായിച്ചേ. 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ. 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ. ദൈവത്തെ പരിജ്ഞാനത്തിൽ പരിശുദ്ധമല്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ബുദ്ധിയെ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠുരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കൺവഞ്ചവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുകയും കൂടെ ചെയ്യും. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ.
ഈ വക പ്രവർത്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും കാര്യം പറയുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിക്കുന്ന നമ്മൾ ഇവിടെ പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്ത തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി ഏൽപ്പിച്ചു. പിന്നെ ആർക്കാ രക്ഷപ്പെടാൻ പറ്റുന്നത്? മറുതരിച്ച് നോക്കിക്കേ നിങ്ങൾ. ഈ സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഇതിനോടൊന്ന് മറുതരിച്ച് നോക്കിക്കേ. ഒരു നികൃഷ്ട ബുദ്ധി നിങ്ങൾക്കുണ്ടാകും. അത് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നികൃഷ്ട ബുദ്ധി കയറിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സത്യം മനസ്സിലാക്കാൻ കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കത്തില്ല. എന്നിട്ട് പറയുകയാണ് ഉചിതമല്ലാത്തത് ചെയ്യും. എത്ര നീചപ്രവൃത്തി ചെയ്യും. ഇന്ന് ആത്മീയ സമൂഹത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ജാതികൾ, മനസ്സാക്ഷി നഷ്ടപ്പെട്ട ജാതികൾ, അധർമ്മം പ്രവർത്തിക്കുന്നവർ ചെയ്യാത്ത പ്രവൃത്തികളാണ് ഇന്ന് പെന്തക്കോസ്തുകാരൻ അഭിമാനിക്കുന്ന നമ്മളും പാസ്റ്റർമാരെന്ന് പറയുന്ന ഞങ്ങളും ചെയ്യുന്നത്. ഉചിതമല്ലാത്തത് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ് സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. പറയുക എങ്ങനെ? അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ദുർബുദ്ധി ഉണ്ടോ? അത്യാഗ്രഹമുണ്ടോ? ഞാനൊന്നും വിവരിക്കുന്നില്ല. അസൂയ, കുല, പിണക്കം, കപട, ദുശീലം എന്നിവ തിങ്ങിയവ. അസൂയ ഉണ്ടോ? അസൂയ, കുല, നാവ് കൊണ്ട് ആരെങ്കിലും കൊല്ലാറുണ്ടോ? ചിന്തയിൽ കൊല്ലാറുണ്ടോ? പിണക്കം, പേര് പറയാൻ പോലുമില്ല. നമുക്ക് പേര് പറയാൻ പോലുമില്ല. കപടം, ദുശീലങ്ങൾ എന്നിവ തിങ്ങിയവ. കരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, ബുദ്ധദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സ്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവന്യായം അറിഞ്ഞിട്ടും അവർ അവയെ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞു. അപ്പൊ ഈ വക പ്രവർത്തിച്ചവർ എന്ത് കിട്ടും? ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ചോ? എന്താണ് എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്? നരകം, മരണയോഗ്യർ, നരകയോഗ്യർ. എന്നിട്ട് പറയുക എന്നുള്ള ദൈവന്യായം എനിക്കറിയാം. ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഈ അസൂയം കൊണ്ട് നടന്നാൽ, ഈ ദുഷ്ടതയും കൊണ്ട് നടന്നാൽ, ഈ ദൈവവചനത്തോട് എതിർത്ത് നിന്നാൽ എനിക്ക് കിട്ടുന്നത് നരകശിക്ഷയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടും ഞാനത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യും. ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. എങ്ങനെ? അത് പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കും. എന്തെല്ലാം പറഞ്ഞാൽ കേട്ടോ. അച്ഛനിപ്പം ഭാര്യമാര് 4, പക്ഷെ ഒരു പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് വീടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊന്നും അച്ഛൻ നടക്കത്തില്ല. അച്ഛൻ പറഞ്ഞ എല്ലാവരോടും അച്ഛൻ ഭയങ്കര സ്നേഹമാണ്. അച്ഛൻ്റെ കാശ് എല്ലാവർക്കും ഒന്ന് കൊടുക്കും. എന്തൊരു പ്രശംസയാണെന്ന് നോക്കിക്കോടെ. അച്ഛൻ്റെ കുറ്റം പറയത്തില്ല. അച്ഛന് 4 വശത്ത് ബന്ധമാണ്. പക്ഷെ വേദപുസ്തകത്തെ ഈ വക ഞാൻ പ്രവർത്തിക്കും. എന്നിട്ട് പ്രവർത്തിക്കുന്നവരിൽ ഞാൻ പ്രശംസിക്കുകയും ചെയ്യും, അവരെ പുകഴ്ത്തും. അതൊക്കെ മനുഷ്യരല്ലേ? പറഞ്ഞല്ലേ? എല്ലാം നമ്മളിതിനെ എന്ത് ചെയ്യും? നമ്മുടേതായ ന്യായീകരണങ്ങൾ കൊണ്ട് അവരെ പ്രശംസിക്കുകയും കൂടെ ചെയ്യുന്ന മരണയോഗ്യം. ഇതാണ് പറഞ്ഞിട്ട് 1-ാം അധ്യായം നിർത്തുന്നത്. ഞാൻ നിർത്തട്ടെ മക്കളെ. 2-ാം അധ്യായം പറയുക, പ്രമാണം പിന്തുടർന്ന ഇസ്രായേല്യർ നീതിയില്ലാത്തവർ, പാപികൾ. 3-ാം അധ്യായം പറയുക, ജാതികൾ മുഴുവനും പാപികൾ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത്. ആ കൂട്ടത്തിൽ നിങ്ങളില്ലല്ലേ? ആ കൂട്ടത്തിൽ നിങ്ങളൊന്നും ഇല്ലേ? ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും എവിടെ 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 മതി. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഇത് നമ്മൾ ഹൃദയത്തിൻ്റെ അകത്തേക്കൊന്ന് കയറണം. ഒരു യഹൂദനും നീതിമാനില്ല, ഒരു ജാതികളും നീതിമാനില്ല. എല്ലാവരും ഈ അസൂയയും ദുഷ്ടതയും നിതിഞ്ഞവർ. അവിടെയാണ് ദൈവം അതിൻ്റെ 4-ാം അധ്യായം 3-ാം അധ്യായത്തിൻ്റെ 20 മുതൽ നിങ്ങൾ പിന്നെ ഒന്ന് വായിച്ചു നോക്കുക. 3:20 മുതൽ എന്താണ് ദൈവത്തിൻ്റെ നീതി, വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന നീതി എന്നാണ്. 4-ാം അധ്യായം പറയുന്നത് അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്. 5-ാം അധ്യായം പറയുന്നത് എന്താണ് നീതിയിലെ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്. 6-ാം അധ്യായം പറയുന്നത് ഈ നീതി എനിക്ക് കിട്ടണമെങ്കിൽ എന്നിൽ യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് വരുത്തേണ്ടത്. എന്നിൽ നന്മയില്ലെന്ന് ഞാൻ വിശ്വസിക്കണം. 8-ാം അധ്യായം പറയുന്നത് 6-ാം അധ്യായം 7-ാം അധ്യായം പറയുന്നത് വിശുദ്ധീകരണം. 8-ാം അധ്യായം പറയുന്നത് തേജസ്കരണത്തെ കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. 1-ാം അധ്യായം പറയുന്നു നീതി ദൈവത്തിൻ്റെ ദാനമാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാനായിട്ട് കഴിയും. നീതി കിട്ടുന്നത് പ്രവർത്തികളാലല്ല, നീതി കിട്ടുന്നത് വിശ്വാസത്താലാണ്. എന്ത് വിശ്വാസം? കാൽവരി കുരിശിൽ യേശു ചെയ്തത് ഞാൻ എൻ്റെ പൂർത്തീകരണത്തിനാണെന്ന് വിശ്വസിക്കുമ്പോൾ എനിക്ക് വിശ്വാസം കിട്ടും. എനിക്ക് വിശ്വാസം വന്നാൽ നീതി കിട്ടും. നീതി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തു പറ്റും? അല്പം കഴിയുമ്പോൾ വിശ്വാസത്താലുള്ള നീതി പിന്തുടരാത്ത ജാതികൾ ഇത് പ്രാപിച്ചു. മറ്റു പലരും വന്നത് പ്രാപിക്കും. ആലടി നല്ലവനെന്നും കൊള്ളാവുന്നവനെന്നും പറയുന്നത് നമ്മൾ തള്ളപ്പെടും. ഏറ്റവും നല്ലവരെന്ന് പറയുന്ന യഹൂദന്മാർ, പരീശന്മാർ, സദൂക്യർ തള്ളപ്പെട്ടു. ജാതികൾക്ക് ഈ രക്ഷ കിട്ടുവാനേ. കാരണം എന്താ? അവർ യേശുവിനെ വിശ്വാസത്താലുള്ള നീതി അവർക്ക് കരസ്ഥമാക്കുവാനായിട്ടിടയായിരുന്നു. അതുകൊണ്ട് അവിടെ പറഞ്ഞ 1-ാം അധ്യായത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വായിച്ച ഭാഗത്ത് ഒന്നുകൂടെ നീ വായിക്കുകയാണ്. അതിൽ ഏതിലാണ്? സുവിശേഷത്തിനകത്ത് ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ട് വെളിപ്പെടുന്നു. വിശ്വാസം കൂടാതെ നമുക്ക് നീതി കിട്ടത്തില്ല. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവർ യഹൂദന്മാർക്ക് വിശ്വാസമില്ലായിരുന്നോ? പരീശന്മാർക്ക് വിശ്വാസമില്ലായിരുന്നോ? അവർക്ക് ദൈവവിശ്വാസമുള്ളവരാണ്. ഒരു മശിഹ വരുമെന്ന് വിശ്വസിച്ചവരാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തികളിൽ അവർക്ക് വിശ്വാസം വന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും അവർക്ക് വിശ്വാസം വന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം മനുഷ്യത്വം നിങ്ങൾ വിശ്വസിക്കുന്നു വിചാരിച്ചോ? അപ്പൊ പറയുക യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്, യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നോ? എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എന്താ? അതൊരു പ്രായോഗിക ജീവിതത്തിലേക്ക് വരുത്താനാണ്. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. യേശുക്രിസ്തു മനുഷ്യന്റെ മുഴുവനെ പ്രതിനിധിയാണ്. മനുഷ്യനെയും പിതാവായ ദൈവത്തെയും നിരപ്പിച്ച ശുശ്രൂഷയാണ് യേശു ചെയ്തത്. യേശുവിൻ്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംഭവിച്ചത് അവർ ഒന്നായിരുന്നു. ഇത്രയും ജഡത്തിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ വിശപ്പുള്ള, ദാഹമുള്ള, ഉറങ്ങാൻ ക്ഷീണമുള്ള ഒരു ശരീരത്തിൽ വന്ന യേശു നിങ്ങളെപ്പോലെ തന്നെ എന്നെപ്പോലെ തന്നെ ലോകത്തിൽ വന്നിട്ട്, പക്ഷേ അവൻ പാപം ചെയ്തില്ല. അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? പാപത്തിന്റെ രക്തം അവന്റെ ഉള്ളിലില്ല, പാപത്തിന്റെ ജീവൻ അവന്റെ ഉള്ളിലില്ല. അവൻ പൂർണ്ണ ദൈവം. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ നമ്മുടെ തലയാക്കി മാറ്റി. യേശുവിനെ എന്റെ തലയാക്കി മാറ്റി. നിങ്ങളത് പരിശോധിച്ചാൽ മതി, എനിക്ക് വ്യാഖ്യാനിക്കാൻ സമയമില്ല. യേശു എന്റെ തല, യേശുവിന്റെ തല, പിതാവായ ദൈവം എന്ന് വെച്ചെന്നാൽ മൂന്നല്ല, നമ്മൾ ഒന്നായി മാറി. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറയാം ആ വാക്യം, നിങ്ങൾ ഏക മനസ്സുള്ള ഇവിടെ കൂടി നിങ്ങൾ യേശുവിന്റെ ദൈവത്വം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഒരു മനസ്സായിരിക്കും. എന്ന് വെച്ചെന്നാൽ സഹോദരനെ കാണാനൊരു കൊതി, സഹോദരിയുടെ ദുഃഖം അറിയാൻ വേണ്ടിയുള്ള വാഞ്ച. എന്താണ് ആ മകന്റെ മുഖം പാടിയിരുന്നത്? എന്താണ് ആ മകളുടെ മുഖം? നമ്മൾ തമ്മിൽ ഒന്നാകാൻ. അവർ ഒന്നായിരുന്നിടത്ത് ആ സ്ഥാനം വിട്ടുവിടെ വന്നിട്ട് നമ്മളെ ക്രിസ്തുവിന്റെ ശരീരമാക്കി മാറ്റിയിട്ട് പിതാവായ ദൈവത്തോട് നമ്മളെ ഒരു കുടുംബമാക്കി മാറ്റുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കുക. ഇത് ഭാവി നടക്കാൻ പോവുകയാണ് ആ പദ്ധതി. രണ്ട് മക്കളിൽ നിർത്തട്ടെ. ഒരു മനസ്സോടെ ഇത്രയും കൂടി വരുന്ന ഈ സഭ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഒരു വിളിക്കണം, ഭാഷേ എനിക്ക് ഇന്ന വീട്ടിൽ നിന്ന് പോകണം. ഞാൻ ദയവായിട്ട് ഇങ്ങോട്ട് പറയാം, ഞാൻ അറിയാതെ സഭയിലെ മറ്റു സഹോദരങ്ങളുടെ വീടുകളിൽ പോകരുത്. പറഞ്ഞിട്ട് പോകണം, സ്നേഹം കൊണ്ട് പറയുക. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ പോകരുത്. പോകുമ്പോൾ എന്നെ കൂടെ വിളിച്ചോ,
പാസ്റ്റർ ഒന്ന് വരുമ്പോൾ നമുക്ക് അല്പസമയം അവിടെ പോയിരുന്ന കരയാണ് പാസ്റ്റർ. എനിക്ക് അവരെ ഭയങ്കര വേദന പാസ്റ്റർ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും നിങ്ങൾ രുചിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പറയും, വാ കൊണ്ട് പറയുക. നിങ്ങൾക്ക് സഭയോട് ബന്ധമില്ല, നിങ്ങൾക്ക് ജോലിയാണ് വലുത്, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളാണ് വലുത്, മറ്റു ഉത്തരവാദിത്തങ്ങളാണ് വലുത്. നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല, കാരണം നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധമില്ല, നിങ്ങൾക്ക് സഭയോടുള്ള ബന്ധമില്ല. വേറെ ഒന്ന് എങ്ങോട്ടും പോകണ്ട, സഭയുമായിട്ടുള്ള നിങ്ങളുടെ എങ്ങനെയുണ്ട് ബന്ധമെന്ന് പരിശോധിക്കുക. കർത്താവ് നമ്മളെ ധാരാളം സഹായിക്കട്ടെ. വിശ്വാസം ഹേതുവായിട്ട് വിശ്വാസത്തിനായിക്കൊണ്ടാണ്, വിശ്വാസത്തിനായിക്കൊണ്ട് ഇത് വിശ്വസിച്ച് നീതി വന്നാൽ വിശ്വാസം വർദ്ധിക്കുക. അവനെ പ്രസാദിപ്പിക്കാനുള്ള വിശ്വാസം വർദ്ധിക്കുന്നു. ദൈവം നമ്മളെ ധാരാളം